ഗോപിയാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ സ്റ്റേഡിയം ഒക്കെ പോയിരുന്നു. കഴിഞ്ഞ മെയ് മാസം മുതൽ തുടങ്ങിയതാണ് ഈ പരിപാടി. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സ്ഥലം നമുക്ക് കിട്ടി. പുൽപ്പള്ളിലാണ്, നമ്മൾ താങ്ങില്ല. അങ്ങനെയാണ് ഇത് വലിയ ഗോപിക്ക് നന്ദി പറയുകയാണ്. എല്ലാത്തിൻ്റെയും പേരിൽ ഗോപിക്ക് നന്ദി പറയുന്നു. പിന്നീട് പറയേണ്ടത് വെച്ചാൽ എൻ്റെ പിള്ളേരോടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വർലെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ എൻ്റെ ക്രെഡിറ്റ് എൻ്റെ അല്ല. കാരണം ഇവരൊരു കൂട്ടായി നിൽക്കുകയാണ്. പക്ഷെ ഈ ടീച്ചർ പറഞ്ഞു പോകുന്ന വഴിക്ക് പറഞ്ഞിട്ട് പോയതാ അമ്മയുടെ പുറകിൽ കുറേ മക്കളുണ്ട്. എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതേമാതിരി നന്ദി പ്രത്യേകിച്ച് ഒരാളോട് പറയാനുള്ളത് വിഷ്ണുവിനോടാണ്. കാരണം വിഷ്ണു ആണ് ഈ വർഷത്തെ ട്രഷറർ. നമ്മുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം ഏൽപ്പിച്ചാൽ എനിക്കത് വിഷ്ണു ചെയ്തിരിക്കും. വിഷ്ണു എനിക്ക് എന്നോട് പറഞ്ഞു, അമ്മ പറഞ്ഞു ഞാൻ അനുസരിച്ച് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ബാക്കി എല്ലാ മെമ്പേഴ്സും അതുപോലെ തന്നെയാണ്, ഒത്തിരി സഹകരിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ക്രെഡിറ്റ് ഗോസ് ടു സൗണ്ട് സിസ്റ്റം. ഇപ്പൊ എന്തെങ്കിലും പറയാതിരിക്കാൻ വയ്യ, അടിപൊളി സൗണ്ട് സിസ്റ്റം ആണ് കേട്ടോ മോനെ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ വിചാരിച്ച് ഭയങ്കര സൗണ്ട് എഞ്ചിനീയറൊക്കെ ആയിരിക്കും നമ്മളെ ഭയങ്കരമായിട്ട് ഒപ്പിക്കുന്നു. പക്ഷെ അല്ല, നല്ല കുഞ്ഞ്. ഞാനൊരു +2 അധ്യാപികയായിരുന്നു. അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ച ഏതോ കുട്ടിയെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. ഇതിനെല്ലാം ഈ സൗണ്ടിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഏറ്റെടുത്ത നമ്മുടെ വിഷ്ണു ആണ്. വിഷ്ണു ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ പോലെ അദ്ദേഹത്തിന് നല്ല അടിപൊളി സൗണ്ട് ആയിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും നല്ലൊരു കൈയ്യോട് കൊടുക്കും. നല്ല രീതിയിൽ ക്രമീകരിച്ചു. പിന്നെ ഇത് അവിടെ അടിവാരിച്ച്. പിന്നീട് അതേമാതിരി തന്നെ ഇത് എന്താ പറയാ, ബിബിനെ കുറിച്ച് ഒന്ന് പറയട്ടെ. ബിബിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ച്. ഇപ്പോൾ 3 വർഷം, നമ്മൾ എത്ര വർഷം ഈ പരിപാടി നടത്തുന്നത്, എല്ലാം നേഴ് പോലെ മുഖത്ത് വരുന്ന കുഞ്ഞാണ് ബിബിൻ. അത് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ എനിക്കെന്തോ സ്വർലത്തിൽ അംഗമാണ് ബിബിൻ. അതുപോലെയാണ് എനിക്ക്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ പറഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂടെ ചേരടാന്ന്. അപ്പൊ സ്വർലത്തിന്റെ ഫോട്ടോഗ്രാഫറാണ് ശരിക്കും പറഞ്ഞാൽ. ഒഫീഷ്യലി സ്വർലത്തിന്റെ ഫോട്ടോഗ്രാഫറാണ് ബിബിൻ. എന്തായാലും ഒത്തിരി സന്തോഷം ബിബിൻ. കാരണം വേറെ ഒരാൾ പറഞ്ഞാലും നിൽക്കില്ല കേട്ടോ. രാവിലെ വന്നാണ് ചുരത്തിലൂടെ രാവിലെ ഒന്ന് 2 കൂട്ടുകാരനെയും കൂട്ടി 2 നല്ല മക്കള്, നല്ല അടിപൊളി പിള്ളേർ. കഴിഞ്ഞ വർഷം ഞാൻ വിഷൊക്കെ പറഞ്ഞായിരുന്നു. പിന്നാള് പറഞ്ഞു ചേട്ടായി നിൽക്കണു അമ്മ, അതുകൊണ്ടൊന്നും ആയില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ജീവിതത്തിൽ എല്ലാവിധ ആഗ്രഹങ്ങളും കുട്ടിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് ഞാൻ ആരോടൊക്കെ നന്ദി. പിന്നെ എൻ്റെ കൂട്ടുകാരെന്ന് വെച്ചാൽ ഇതിൽ കുറെ അമ്മമാരുണ്ട്. പിന്നെ ഇവരൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, സപ്പോർട്ട് കൊണ്ടൊക്കെ ഒത്തിരി സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പിന്നെ ദൂരെ നിന്ന് വന്ന പിള്ളേര് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്ന എന്താ പറയാ, പറവൂര് ടീം, എൻ്റെ അനിയൻ ടീം, രമേശൻ, ഇവര് അതുപോലെ തന്നെ നമ്മുടെ രാജേന്ദ്രൻ, അവരോട് പ്രത്യേകം നന്ദി പറയാൻ കാരണമുണ്ട്. കാരണം ഇത്ര റിസ്ക് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ നമ്മുടെ വഞ്ചിപ്പാട്ട് അമ്മമാര്, കനകമ്മ, വിളക്കമ്മ തൊട്ട് സരളമ്മ തൊട്ട് മത്സ്യമൻ ചേച്ചി വരെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നോട്ട് പ്രതീക്ഷിക്കാതെ വന്നതാണ് നമ്മുടെ അനീഷിനെ എനിക്ക് മിസ് ചെയ്ത് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ എന്താ പറയാ, അപ്പൊ ഇന്നത്തെ ഈ ദിവസം സന്തോഷം. പിന്നെ ഇതുപോലെ വേദി ഒരുക്കുന്നത്. പിന്നെ നമ്മുടെ ഹർഷന് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. നല്ല സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. നല്ല സ്റ്റേജ് അല്ലേ, സ്റ്റേജും കാര്യങ്ങളൊക്കെ അടിപൊളി സെറ്റപ്പ് ആയിരുന്നു എന്തായാലും. പിന്നെ വേറൊരു കൂടെ പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്താറുണ്ട് എനിക്ക്. അത് നമ്മുടെ രജീഷിനോടാണ്. കാരണം ഇന്നലെ ഞങ്ങളുടെ മനസ്സിലൂടെ സീമയും ഞാനുമാണ് ഈ മനസ്സിൽ ഇങ്ങനെ ഒരു പൂക്കൾ ഇട്ടാലോ എന്ന് ആലോചിച്ച് വെച്ചപ്പോൾ പൂക്കൾ അവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇന്നലെ ഭയങ്കര ബഹളമായിരുന്നു. ഇങ്ങനെ കൊണ്ട് ഒരുക്കമൊന്നും ആയിരുന്നില്ല. അപ്പൊ എന്തായാലും രജീഷാണ് അത് വരച്ചത്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ സ്വർലത്തിന്റെ എംബ്ലമാണത്. സ്വർലത്തിന്റെ എംബ്ലം വെച്ചിട്ട് രജീഷ് ഒരു നല്ല ആർട്ടിസ്റ്റാണ്. അപ്പൊ അതിന്റെ അവിടെ തെളിയിച്ചത് രജീഷ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇന്നലെ അത് ഒത്തിരി എന്നെ സഹായിച്ചു. കാരണം ഇന്നലെ ഏറ്റവും കൂടുതൽ ഇവിടെ വന്ന് ഓടിയെത്തിയ പിള്ളേരാണ്. ഇവനോട് ജുഡനാണെങ്കിൽ ഈങ്ങാപ്പുഴ കിടക്കണം. അത് ഇന്നലെ രാവിലെ 9 മണിക്ക് ഇവിടെ എത്തിയതാ, പേരെടുത്ത് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ അനിൽ ഈ ഇലയെല്ലാം കൊണ്ട് നല്ല വീട്ടിൽ നിന്ന് ഇന്നലെ പണിക്കാരെ വെച്ച് മുറിച്ച് അവനെ ഇവിടെ എത്തിച്ച്. പിന്നെ എന്നോട് സഹകരണ ഇപ്പോഴും പണിയെടുത്ത് തുടങ്ങിയ ശൈല, അതുപോലെ ഗീത, ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ട്. തങ്കമണി, പിന്നെ സജി, ഇവരൊക്കെ ഇന്നലെ തന്നെ ഇവിടെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും സഹകരിച്ചു. ഇന്നലെ ഞാൻ ശരിക്കും വിഷമിച്ചു പോയത്. ഇന്ന് വരെ നമ്മുടെ സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. ഇന്നലെ ഒരുക്കങ്ങളുടെ ദിവസമായിരുന്നു. ഒരുക്കങ്ങളാകുമ്പോൾ നമുക്ക് സ്ട്രെസ് കൂടുന്നല്ലേ തങ്കമണി, സന്തോഷിക്കുന്ന സമയത്ത്. അപ്പൊ എന്തായാലും ആരെയും വിട്ടുപോയിട്ട് എനിക്ക് അവരുടെ പിള്ളേരെ